എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമാവലി പഠനം 82-ാം ദിവസം. ഇന്ന് 811 മുതൽ 820 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓം ശ്രീ മഹാദേവിയേ നമഃ. ഓം പാശഹന്ത്രിയേ നമഃ. ഓം പരമന്ത്രവിഭേദിന്യേ നമഃ. ഓം മൂർത്തായേ നമഃ. ഓം അമൂർത്തായേ നമഃ. ഓം അനിത്യതൃപ്തായേ നമഃ. ഓം മുനിമാനസഹംസികായേ നമഃ. ഓം സത്യവ്രതായേ നമഃ. ഓം സത്യരൂപായേ നമഃ. ഓം സർവാന്തര്യാമിന്യേ നമഃ. ഓം സത്യേ നമഃ. എന്നൂടെ പറയാം. ഓം പാശഹന്ത്രിയേ നമഃ. ഓം പരമന്ത്ര വിഭേദിന്യേ നമഃ. ഓം മൂർത്തായേ നമഃ. ഓം അമൂർത്തായേ നമഃ. ഓം അനിത്യതൃപ്തായേ നമഃ. ഓം മുനിമാനസ ഹംസികായേ നമഃ. ഓം സത്യവ്രതായേ നമഃ. ഓം സത്യരൂപായേ നമഃ. ഓം സർവാന്തര്യാമിന്യേ നമഃ. ഓം സത്യേ നമഃ. ഇനി ഇതിൻ്റെ സാമാന്യ അർത്ഥം കൂടെ നോക്കാം. ഓം പാശഹന്ത്രിയേ നമഃ. എല്ലാ പാശങ്ങളെയും ഹരിക്കുന്നവൾ. എല്ലാ പാശങ്ങളെയും ഹരിക്കുന്നവളാണ് ദേവി. അതായത് ലൗകിക ലോകത്തോടുള്ള ആഗ്രഹത്തെ ഇല്ലാതാക്കുന്നവൾ. എല്ലാ ലൗകിക ജീവിതമാകുന്ന ആ പാശങ്ങളെ എല്ലാം ഹരിക്കുന്നവളാണ് ദേവി. അതുകൊണ്ട് പാശഹന്ത്രി. ഓം പരമന്ത്ര വിഭേദിന്യേ നമഃ. പരം എന്നാൽ ശത്രു. ശത്രുക്കളെ നശിപ്പിക്കാൻ വേണ്ടി ആഭിചാര മന്ത്രങ്ങളുടെ ശക്തിയെ തകർക്കുന്നവൾ. അപ്പം മറ്റുള്ളവർക്ക് ദ്രോഹം വരട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ എന്തെങ്കിലും ആഭിചാര മന്ത്രങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ശക്തിയെ തകർത്ത് കളയുന്നവളാണ് ദേവി. അതുകൊണ്ട് പരമന്ത്ര വിഭേദിന്യേ നമഃ. ഓം മൂർത്തായേ നമഃ. മായ സ്വയം സ്വീകരിച്ച് മൂർത്ത രൂപമാണ് ഈ പ്രപഞ്ചം. അതായത് മൂർത്ത രൂപമായി ഈ പ്രപഞ്ചം മുഴുവൻ ആ മൂർത്ത രൂപമാണ്. അതാണ് ദേവി. ദേവി ഇങ്ങനെ മൂർത്ത സ്വരൂപമാണ്. അടുത്തത് അമൂർത്തായേ നമഃ. ചൈതന്യ സ്വരൂപത്തിലിരിക്കുന്ന ദേവിക്ക് ചൈതന്യ സ്വരൂപത്തിൽ ഇരിക്കുന്ന ദേവിക്ക് എന്താണ്? യാതൊരു രൂപവുമില്ല. അതുകൊണ്ടാണ് അമൂർത്തം എന്ന് പറയുന്നത്. ഓം അനിത്യതൃപ്തായേ നമഃ. അനിത്യമായ വസ്തുക്കൾ ഭക്തിയോടെ കൊടുത്താൽ ദേവി. അനിത്യമായ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഇല, പൂവ്, വെള്ളമൊക്കെ അനിത്യമാണ്. അനിത്യമായ വസ്തുക്കൾ കൊണ്ട് ഭക്തിയോടെ എന്നെ പൂജിച്ചാൽ എന്താണ്? ഞാൻ വളരെ തൃപ്തയാണ്. അതാണ് അനിത്യതൃപ്തായേ നമഃ. അനിത്യമായ വസ്തുക്കൾ കൊണ്ട് ഭക്തിയോടെ എന്നെ പൂജിച്ചാൽ ഞാൻ സന്തുഷ്ടയാണ്. അത് ഒരു ഇലയായാലും കുറച്ച് വെള്ളമായാലും പൂവായാലും ഭക്തന്മാർ ഭക്തിയോടെ കൊടുക്കുന്നത് ദേവിക്ക് തൃപ്തിയാണ്. ഓം ഇനിയും മുനിമാനസഹംസികായേ നമഃ. മുനിമാനസഹംസിക എന്ന് പറഞ്ഞാൽ യോഗികളുടെ ചിത്തമെന്ന് പറയുന്നത് ചിത്തശുദ്ധിയോട് കൂടിയ ഭക്തിയാണ്. മഹായോഗികളുടെ ചിത്തമെന്ന് പറയുന്നത് അതിനെ മാനസ സരസായിട്ടാണ് കാണുന്നത്. അങ്ങനെ മാനസ സരസിൽ ഹംസമായിട്ട് നീന്തി തുടിക്കുന്നവളാണ് ദേവി. എന്ന് പറഞ്ഞാൽ മഹായോഗികളുടെ മനസ്സിൽ എപ്പോഴും വിളയാടുന്നവളാണ് ദേവി. അതാണ് മുനിമാനസ ഹംസിക. മുനികളുടെ മനസ്സാകുന്ന മാനസ സരോവരത്തിൽ ഹംസിക എന്ന് വെച്ചാൽ ഹംസമായി നീന്തി തുടിക്കുന്നവളാണ് ദേവി. ഓം സത്യവ്രതായേ നമഃ. സത്യനിഷ്ഠയിൽ നിന്നും ഇളകാത്തവളാണ് ദേവി. പറയുന്നത് ഓരോ വാക്കും സത്യമായിരിക്കും. അപ്പം ദേവി പറയുന്ന ഓരോ വാക്കും സത്യമാണ്. ആ പറയുന്ന വാക്കിനനുസരിച്ചാണ് പ്രവൃത്തിയും. ഇനി അടുത്തത് സത്യരൂപ. ആ പരമാർത്ഥമായ സത്യത്തെ സ്വരൂപമായി ധരിച്ചവൾ. അതാണ് സത്യസ്വരൂപ.
സർവാന്തര്യാമിനി, എല്ലാവരുടെയും ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ കുടികൊള്ളുന്നവളാണ് ദേവി. എല്ലാവരുടെയും ഉള്ളിൽ ജീവാത്മാവായി കുടികൊള്ളുന്നവൾ ദേവി. അതാണ് സർവാന്തര്യാമിനി. സർവ അന്തര്യാമിനി, സർവരുടെയും ഉള്ളിൽ വിളയാടുന്നവൾ, കുടികൊള്ളുന്നവൾ. സത്യേ നമ. സത്യയുടെ സതി എന്നാണ്. സത്യേ നമ. സതി ദക്ഷ പ്രജാപതിയുടെ മകളായിട്ടിരിക്കുന്നതും ദേവിയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, നമ്മൾ ദേവിയുടെ പുതിയ പുതിയ നാമങ്ങൾ കൊണ്ട് പുതിയ പുതിയ അറിവുകൾ നേടുകയാണ്. അപ്പം ദേവിക്ക് എന്താണ്, ഒരു ഇലയായാലും പൂവായാലും സ്വല്പം വെള്ളമായാലും ഭക്തിയോടെ കൊടുത്താൽ ദേവി തൃപ്തയാണ്. അതുപോലെ ഒരേ പൂജാരീതി ഒന്നും വേണമെന്ന് ദേവിക്കില്ല. പൂജയൊക്കെ നിത്യമായി ഒരേ രീതി പൂജിക്കാതെ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി പൂജിച്ചാലും ദേവി തൃപ്തയാണ്. അനിത്യതൃപ്ത എന്ന് പറയുന്നതിനകത്ത് എന്താണ്, അനിത്യമായ വസ്തുക്കൾ കൊണ്ട് ഭക്തിയോടെ പൂജിക്കുന്നതും, പിന്നെ അതുപോലെ തന്നെ അനിത്യമായി എന്ന് വെച്ചാൽ നിത്യമായ ഒരേ പൂജാരീതി അല്ലാതെ കുറച്ച് മാറ്റമൊക്കെ വരുത്തിയാലും ദേവി തൃപ്തയാണ് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സർവാന്തര്യാമിണിയാണ്, എല്ലാവരുടെയും മനസ്സിൽ കുടികൊള്ളുന്നവളാണ് ദേവി. അങ്ങനെ നമുക്ക് എപ്പോഴും സന്തോഷവും സമാധാനവും തരുന്ന ദേവി, ഈ പ്രപഞ്ചമാതാവ് നമ്മളെ ഓരോരുത്തരെയും കാത്തു രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രീ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.